ഇന്നത്തെ എൻ്റെ റെസിപ്പി ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും എല്ലാത്തിനും ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് കറി നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാനായിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 പേർക്കുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 4 പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേകാനായിട്ട് ഇതൊന്ന് നേകക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്കിതിനെ ഒന്ന് വെന്തെടുക്കാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. നന്നായിട്ടെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ നമുക്കൊന്ന് താളിച്ചും കൂടി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ചപ്പാത്തിക്കും അപ്പത്തിനും പൂരിക്കുമൊക്കെ പറ്റിയ ഒരു പൊട്ടറ്റോ മസാലക്കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ഒത്തിരി അങ്ങ് ഉടച്ചെടുക്കരുത്. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.